ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബട്ടർ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങുന്ന രീതിയിൽ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കേക്കിന് വേണ്ടിയിട്ടുള്ള മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഒരു 1/4 കപ്പ് മൈദയാണ് നമ്മൾ ഈ റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. 250 ml മെഷറിംഗ് കപ്പിന് 1/4 കപ്പ് മൈദ. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ചേർക്കാം, പിന്നെ ഒരു 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണില്ല. അതിനുശേഷം കേക്കിലെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂണിനും കുറച്ച് കുറവായിട്ട് ഉപ്പും ചേർക്കാം. ഇനി ഇത് പതുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ട് ഈവണായിട്ട് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്നും കൂടി അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമ്മൾ ഇതൊരു ബട്ടർ കേക്കാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം ബട്ടറാണ് എടുത്തിരിക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ ഫ്രിഡ്ജിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു 2-3 മണിക്കൂർ മുൻപായിട്ട് പുറത്തെടുത്ത് വെച്ചാൽ മതി. എന്നിട്ട് നല്ല സോഫ്റ്റ് ആയതിനു ശേഷം മാത്രം ഇതിന് വേണ്ടിയിട്ട് എടുക്കുക. ഇതിപ്പോൾ ഉപ്പില്ലാത്ത ബട്ടറാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഉപ്പുള്ള ബട്ടറൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ നേരത്തെ മൈദയുടെ കൂട്ടത്തിൽ ഉപ്പ് ചേർത്ത് കൊടുത്തോല്ലോ, അത് ഒഴിവാക്കിയാൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടിച്ച പഞ്ചസാരയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1/2 കപ്പും 1 ടേബിൾ സ്പൂണും പഞ്ചസാരയാണ്. അത് നന്നായിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പഞ്ചസാര പൊടിച്ചതിന് ശേഷം മാത്രം തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ബട്ടറും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര മിക്സായി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഇനി ഈ ബട്ടറും പഞ്ചസാരയും ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് രണ്ടും ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് പഞ്ചസാര പാത്രത്തിൻ്റെ പുറത്തേക്കൊക്കെ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ രണ്ടും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതൊരു ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്ററിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് ഉപയോഗിക്കാം. വിസ്കോ അല്ലെങ്കിൽ മരത്തിൻ്റെ കയ്യിലോ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ചെയ്തെടുക്കാം. പക്ഷേ ബീറ്റർ വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് നമുക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുക. വിസ്ക് വെച്ചിട്ട് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. പക്ഷേ ഇത് പെർഫെക്റ്റായിട്ട് മിക്സായി കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നു മാത്രം. ഇതിനി ഏകദേശം ഒരു 10 മിനിറ്റ് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് എത്രത്തോളം നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നു കേക്ക് അത്രയും നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇടയ്ക്ക് ഈ സൈഡിൽ കാണുന്ന ബട്ടറും പഞ്ചസാരയും ഇതുപോലെ സ്പാറ്റിൽ വെച്ചിട്ട് അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. നല്ലൊരു ക്രീമി ടെക്സ്ചറായി കിട്ടണം, അതുവരെ ചെയ്തെടുക്കാം. ഇപ്പോൾ അത് ഏകദേശം ആയിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലൊരു ക്രീം പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇതുപോലെ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അപ്പോൾ റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഇതുപോലെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് സമയം നമ്മളത് ബീറ്റ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നന്നായിട്ടൊന്നും അങ്ങോട്ട് മിക്സായി കിട്ടിയാൽ മതി. ഇനി രണ്ടാമത്തെ മുട്ടയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കാം. കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനും പിന്നെ മുട്ടയുടെ സ്മെല്ലൊന്ന് കുറയാനും വേണ്ടിയിട്ട്. എന്നിട്ട് വീണ്ടും ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ആ മുട്ടയും ബട്ടറും എല്ലാം കൂടിയിട്ട് ചേരുമ്പോൾ ചെറുതായിട്ടൊന്ന് ഇതുപോലെ പിരിഞ്ഞതുപോലെ ഉണ്ടാവും. പക്ഷെ അത് കുഴപ്പമില്ല. ഇനി ആ മൈദയുടെ മിക്സ് കൂടി ചേർക്കുമ്പോൾ അത് ശരിയായി വന്നോളും. അതിന് ശേഷം ഇതിലേക്ക് നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ 2-3 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് മിക്സ് ചെയ്തെടുക്കരുത്. അല്ല, നന്നായിട്ടൊന്നും അങ്ങോട്ട് യോജിക്കുന്ന രീതിയിൽ പതുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. പിന്നെ അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെ മിക്സ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് മുഴുവൻ മൈദയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇപ്പം നമ്മുടെ ഈ ബാറ്റർ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഉള്ളത്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ലൂസാക്കി എടുക്കണം. ലൂസാക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ലൂസാക്കാൻ പാടില്ല. ബട്ടർ കേക്കിൻ്റെ ബാറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ട് തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ റൂം ടെമ്പറേച്ചറിലുള്ള പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് 6 ഇഞ്ചിൻ്റെയോ അല്ലെങ്കിൽ 7 ഇഞ്ചിൻ്റെയൊക്കെ പാൻ എടുക്കാം. സ്ക്വയർ ഷേപ്പിലുള്ളതോ അല്ലെങ്കിൽ ഇതുപോലെ റൗണ്ട് ഷേപ്പിലുള്ള പാനൊക്കെ എടുക്കാം. ഇതിലിപ്പോൾ ഞാൻ കുറച്ച് ബട്ടർ ഗ്രീസ് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ലൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ആദ്യം നമ്മൾ ബട്ടറാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മൈദ ഇട്ടിട്ട് പാത്രത്തിലെ എല്ലാ ഭാഗത്തുനിന്ന് ഡസ്റ്റ് ചെയ്തെടുത്താലും മതി. ഇപ്പോൾ ഈ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത്.
ഇതിൻ്റെ മേൽഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൽ വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു പാത്രത്തിലാണ് നമ്മളിത് ബേക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഇത് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 20 മുതൽ 25 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ബേക്കിംഗ് ടൈമിന് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ സ്റ്റവിൻ്റെ ഫ്ലെയിമിനനുസരിച്ചും ഈ പാത്രത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ചൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അത് ഓവനിൽ ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിലും 180 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 25-30 മിനിറ്റ് സമയം തന്നെയാണ് എടുക്കുക. ഇവിടെ ഇപ്പോൾ നമുക്ക് ഒരു 25 മിനിറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഇതുപോലെ നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ബേക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ട് പുറത്തെടുത്ത് വെക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇതിനി ഒരു അരമണിക്കൂറൊക്കെ ആയാൽ നമുക്ക് പാത്രത്തിൽ നിന്ന് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നല്ലൊരു പഞ്ഞി പോലത്തെ ടെക്സ്ചറാണ്. ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാ കേക്കും പോലെ തന്നെ നമ്മളിത് പെട്ടെന്ന് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഒരു ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ്. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് അറിയാൻ പറ്റുക. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. താങ്ക്